أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن خلق السماوات والأرض وأنزل لكم من السماء ماء إلى آخر الآية 20-ാമത്തെ ജുസുആണ്. സൂറത്ത് നംലിൻ്റെ 1/3 ഭാഗം ഈ ജുസുയിലാണുള്ളത്. 2 ഭാഗം ഏകദേശം നമ്മൾ സൂറത്ത് നംലിൻ്റെ വിശദീകരണം അതിൻ്റെ ഒരു ചുരുക്കരൂപം നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിരുന്നു. ഇനി ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്, അവൻ്റെ വഹദാനിയത്തിൻ്റെ തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 5 തെളിവുകൾ ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യശൈലിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ, അതിലൂടെ സസ്യങ്ങളെയും മരങ്ങളെയും എല്ലാം മുളപ്പിക്കുന്നവൻ. അപ്പോൾ അത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിനോടൊപ്പം ഇനി വേറെ ആരെങ്കിലും ഇത് കാര്യങ്ങൾ ചെയ്യാൻ പങ്കുകാരുണ്ടോ? അതുപോലെ തന്നെ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥമായി താമസിക്കാൻ, നിലനിൽക്കാൻ പറ്റിയ രീതിയിൽ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അതാരാണ്? അള്ളാഹു അല്ലാതെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ എന്തെങ്കിലും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? പ്രത്യേകിച്ച് മക്കാ മുശ്രിക്കീങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിപത്തുകളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സമുദ്രത്തിലെ യാത്രകളിലൊക്കെ ശക്തമായ കാറ്റടിച്ച് കപ്പൽ ഉലയുകയും അവർ മറിഞ്ഞു വീഴാൻ പോവുകയും ചെയ്യുമ്പോഴൊക്കെ അവർ വിളിക്കുന്ന അള്ളാഹുവിനെ മാത്രമാണ്. അപ്പം നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? അതുപോലെ തന്നെ ഇരുളിൽ നിങ്ങൾക്ക് കൃത്യമായ വഴി ആരാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ ആരംഭത്തിൽ, അതായത് തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ അവനെ മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പം ഈ ചോദ്യത്തിന് മറുപടി വേറെ ഒന്നുമില്ല. അള്ളാഹുവാണ് ഇതിനെല്ലാം ചെയ്യുന്നവൻ, അള്ളാഹുവാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ മറുപടി. അതിനുശേഷം ബഅസ് ബാദൽ മൗത്ത്, അതായത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മക്കാ മുശ്രിക്കീങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നെങ്കിലും അവർ മരണാനന്തര ജീവിതത്തെ എതിർത്തിരുന്നു. അപ്പോൾ അവരുടെ ചോദ്യങ്ങളെടുത്ത് ഉന്നയിക്കുകയാണ്. ഞങ്ങൾ മണ്ണാകുകയാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരും പിന്നെ ഖബറിൽ നിന്ന് പുനർജനിപ്പിക്കപ്പെടുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതിനുശേഷം ഇതൊക്കെ കെട്ടുകഥകളാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്നുള്ള അവരുടെ ആരോപണങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് സ്ഥലത്ത് ശേഷിപ്പുകളുണ്ട്. അള്ളാഹു ശിക്ഷിച്ചതിൻ്റെ, ഓരോട് സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്മേൽ മറിച്ചതിൻ്റെയും വലിയ വലിയ ശിക്ഷകൾ നടപ്പിൽ വരുത്തിയതിൻ്റെ ശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തുകളിലൂടെ പ്രതിപാദിക്കുന്നത്. അടുത്തത് സൂറത്തുൽ ഖസസ് ആണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ തന്നെ അവതരിച്ച സൂറത്താണ്. 88 ആയത്തുകളും 9 റുക്കൂകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ 85-ാമത്തെ ആയത്ത്, ഏകദേശം 85-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ട സമയത്താണ് ആ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാകുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ ഏറ്റവും അവസാനമായി അവതരിക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്തുൽ ഖസസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിന് മുമ്പുള്ള സൂറത്തും തുടരെ ഇറങ്ങിയ സൂറത്താണ്. അപ്പോൾ അവസാനമായിട്ട് ഹിജ്റയിൽ ഏറ്റവും അവസാനമായി ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഇറങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഖസസ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയം തന്നെ റിസാലത്ത്, ദഅവത്ത് എന്നുള്ള വിഷയങ്ങളാണ്. ഇതിൽ ആദ്യത്തെ 43 ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വേറെ എവിടെയും പരാമർശിക്കുന്നില്ല. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുട്ടിത്തം, ചെറിയ പ്രായത്തിലുണ്ടായത് മുതൽ നുബുവത്ത് കിട്ടുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ 44-47 ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്, ഈ സംഭവം എങ്ങനെ താങ്കൾ അറിഞ്ഞു? നബിതങ്ങൾക്ക് ഇതാര് പറഞ്ഞു കൊടുത്തു?
അപ്പോൾ ഇതിലെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥലത്ത്, ഇപ്പോൾ തൂരുസീന പർവ്വതത്തിൻ്റെ ഭാഗത്ത് താങ്കൾ സാക്ഷിയായിരുന്നു, താങ്കൾ ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇത് മക്കാ മുശ്രിക്കീങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കലാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹിയിലൂടെയാണ് ഇതെല്ലാം കൃത്യമായി അറിയിച്ചു കൊടുത്തത്. ഇത്രയും വിശദമായ സംഭവം മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ തുടങ്ങുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്, മുമ്പുള്ള സൂറത്തുകളിലും വന്നിട്ടുള്ളതാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, ഇപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫിറഔൻ്റെ ഭാഗത്ത് നിന്ന് ഫിറഔന് ഒരാൾ വന്ന്, ഒരു കാഹിൻ, ഒരു ജ്യോത്സ്യം വന്ന് പറയുകയാണ്, ബനു ഇസ്രായേലിൽ നിന്ന് നിങ്ങളെ വധിക്കാൻ, അതുപോലെ നിങ്ങളുടെ ഈ അധികാരം പിടിച്ചെടുക്കാൻ ഒരാൾ വരുമെന്ന് പറയുന്നു, ഒരാൾ ജനിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അത് കേട്ട് ബനു ഇസ്രായേലിലെ മുഴുവൻ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യാണ്, വധിച്ചു കളയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. വളരെ രഹസ്യമായി അവരുടെ ഉമ്മ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂക്ഷിക്കുന്നു. അപ്പോൾ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് നൈൽ നദിയിൽ ഒഴുക്കാൻ വേണ്ടി. അങ്ങനെ നൈൽ നദിയിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒഴുക്കുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നമുക്കറിയാം, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഒരു നദിയിൽ ഒഴുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന്. അപ്പോൾ ആ വിഷമം അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി തിരിച്ച് ആ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് തന്നെ അള്ളാഹു എത്തിക്കുന്ന ഒരു സംവിധാനം. അത് ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആല അൻഹ, ഇവർ ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും യഥാർത്ഥ മുഅ്മിനത്താകുകയും ചെയ്ത സ്ത്രീയാണ്, ഫിറഔൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർക്കത് കിട്ടുന്നു. അവരുടെ ഖാദിമീങ്ങളെ കൊണ്ടുവന്ന് ആ പെട്ടി എടുപ്പിക്കുകയും ആ കുഞ്ഞിനെ അവർ കൊട്ടാരത്തിൽ വളർത്താൻ തീരുമാനിക്കുകയും ഫിറഔനോട് കാര്യങ്ങൾ പറയുകയും, ഫിറഔനും ആ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, കൊട്ടാരത്തിൽ നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താമെന്ന് ഫിറൗന് പോലും അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നൊരു സാഹചര്യം. അങ്ങനെ അതിനുശേഷം ഈ കുട്ടി കൊട്ടാരത്തിൽ വളരുന്നു, പാല് കുടിക്കുന്നില്ല, ആരുടെയും പാല് കുടിക്കാതെ വരുന്ന സമയത്ത് സ്വന്തം ഉമ്മയുടെ പാല് കുടിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് ഈ കുഞ്ഞ് മടങ്ങി വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വളർന്നു വരുന്ന സമയത്തുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ആയത്തിലൂടെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബനു ഇസ്രായേൽപ്പെട്ട ഒരാളും അതുപോലെ തന്നെ ഒരു ഖിബിത്തി, അതായത് അവിടെയുള്ള മിസ്റിൽപ്പെട്ട ഒരാളും തമ്മിൽ വഴക്കുണ്ടാകുന്നു, അടിയുണ്ടാകുന്നു. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു മാറ്റാൻ പോകുമ്പോൾ മറ്റേ വ്യക്തിയുമായിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സംഘർഷമുണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരടി കൊടുക്കുമ്പോൾ അദ്ദേഹം അത് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആകെ പരിഭ്രമിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. രഹസ്യമായി തന്നെ പോകുന്നു. രാത്രി പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഇതറിഞ്ഞോ എന്നുള്ള അവസ്ഥയിൽ നോക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ദിവസവും അതേ ബനു ഇസ്രായേലിൽപ്പെട്ട വ്യക്തി മറ്റൊരാളുമായിട്ട് പ്രശ്നമുണ്ടാകും. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവനോട് പറയും, നീ കുഴപ്പക്കാരനാണല്ലോ, നീ പ്രശ്നക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് ഇവിടെയും ഇവരെ പരസ്പരം പിടിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ ബനു ഇസ്രായേലുകാരൻ ഭയപ്പെടും. അയാൾ വിചാരിക്കും, ഇന്നലെ മറ്റേയാളെ അടിച്ചതുപോലെ എന്നെ അടിക്കും, ആ അടിയിൽ ഞാൻ മരിച്ചു പോകും എന്ന് പേടിച്ചുകൊണ്ട് അയാൾ അവിടെ വെച്ച് ഉറക്കെ വിളിച്ചു പറയാണ്, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ വരികയാണോ എന്ന്. അപ്പം മറ്റേ വ്യക്തി ഇത് കേൾക്കുകയാണ്. അപ്പം അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഫ്ലാഷ് ആകുന്നു. അപ്പം ഒരു വ്യക്തി ഓടി വന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടി കൂടിയാലോചന നടത്തുകയാണ് താങ്കളെ വധിക്കാൻ വേണ്ടി. കാരണം താങ്കൾ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, അപ്പോൾ താങ്കൾക്കെതിരെ നടപടി ഉണ്ടാകും, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മിസ്ർ വിട്ട് പോവുകയാണ്. അപ്പോൾ ഫിറഔൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകണം, അങ്ങനെ പോകുന്നു. അങ്ങനെ മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുന്നു അവരുടെ മൃഗങ്ങളുമായിട്ട്. ബാക്കിയുള്ളവർ അവരുടെ മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെ എന്താ വിഷയമെന്ന് ചോദിക്കും. ഇപ്പോൾ ചോദിക്കുമ്പം പറയും, ഈ പുരുഷന്മാരെല്ലാവരും വെള്ളം കുടിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൃഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂ, കുടിപ്പിക്കാൻ പറ്റൂ, അതുവരെ ഞങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പം പിന്നെ ശേഷം
മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഒന്ന് സഹായിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നു. ചില റിവായത്തിൽ കാണാം മറ്റൊരു കിണറ്റിൽ, അത് മൂടിയിരിക്കുന്ന കിണറായിരുന്നു, ആ മൂടി മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്തായാലും അവിടുന്ന് അവർക്ക് വെള്ളം കുടിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾ പറയുന്ന ഒരു വാക്ക്, വബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഉലമാക്കൾ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് തങ്ങളുടെ അത്യാവശ്യ ജോലികൾ ചെയ്യണം, പുരുഷന്മാരില്ല എങ്കിൽ. ഒരു വീട്ടിൽ പുരുഷനുണ്ട് എങ്കിൽ പുരുഷൻ്റെ ധർമ്മമാണ്, കർത്തവ്യമാണ് ആ വീട്ടിലെ തൻ്റെ ജോലികൾ ചെയ്ത് ആ വീട്ടുകാരെ പരിപാലിക്കലും ആ വീട്ടുകാരുടെ ചെലവ് നടത്തലും. ഇനി അങ്ങനെ ഒരാളില്ല എങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്ത്രീകൾക്കത് ചെയ്യാം. കാരണം ഇവിടെ ആ സ്ത്രീകൾ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ പുരുഷനായിട്ടുള്ളത് ഞങ്ങളുടെ വൃദ്ധനായ പിതാവാണ്, അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇതിനു വേണ്ടി വന്നത് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ആ സ്ത്രീകൾ മടങ്ങിപ്പോവുകയും പിതാവിനോട് കാര്യം പറയുകയും ചെയ്യും. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യും, അല്ലാഹുവേ, നീ എന്ത് സഹായമാണ് എനിക്ക് തരുന്നതെങ്കിലും ഞാൻ അതിൻ്റെ ആവശ്യക്കാരനാണ്. അതുകൊണ്ട് കാരണം ഒന്നുമില്ല, ഒരു പരിചയവുമില്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു പരദേശിയായിക്കൊണ്ടാണ് ആ നാട്ടിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ രണ്ട് പെൺമക്കളിൽ ഒരാൾ വന്നുകൊണ്ട്, ലജ്ജയോടുകൂടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, റിവായത്തുകളിൽ കാണാൻ കഴിയും, അവരവരുടെ കൈയുടെ കുപ്പായത്തിൻ്റെ ഈ ഭാഗം അതിങ്ങനെ മുഖം മറച്ചുകൊണ്ടാണ് അവർ വന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അങ്ങനെ വന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഞങ്ങളുടെ പിതാവ് താങ്കളെ വിളിക്കുന്നു, താങ്കൾ ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചതിന് പ്രതിഫലം. അപ്പം നമുക്കതിൻ്റെ മുഫസ്സിരീങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഒരിക്കലും മൂസ അലൈഹിസ്സലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടോ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ല അവരെ വെള്ളം കുടിപ്പിച്ചത്. അള്ളാഹു ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം അത് ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ പ്രതിഫലം വാങ്ങാൻ വേണ്ടി പോയതുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു പിതാവ് വിളിക്കുന്നത് കൊണ്ട് എന്തായാലും പോകാം എന്ന അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. പോയി ആ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, താങ്കൾ എൻ്റെ അടുക്കൽ നിൽക്കുക, താങ്കൾ ഒരു അക്രമികളായ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്, അതുകൊണ്ട് താങ്കൾ കുറച്ച് നാൾ എൻ്റെ അടുക്കൽ നിൽക്കുക. അതിനകത്ത് 8 വർഷം താങ്കൾ എൻ്റെ മൃഗങ്ങളെ പരിപാലിക്കുക, താങ്കൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാം എന്നൊരു ഇടപാട്, അദ്ദേഹവുമായിട്ടൊരു ഇടപാട് നടത്തുകയാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അത് സമ്മതിക്കുകയാണ്. 8 വർഷം, ഇനി 2 വർഷം കൂടെ അധികം ചെയ്താൽ അത് താങ്കളുടെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കില്ല, അങ്ങനെയെങ്കിൽ 10 വർഷം. എന്തായാലും അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു, മൃഗങ്ങളെ പരിപാലിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് തൻ്റെ ഭാര്യയുമായിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരികയാണ് മിസ്റിലേക്ക്. അങ്ങനെ മടങ്ങി വരുന്ന സമയത്താണ് ഈ പറയപ്പെട്ട തൂര് സീന പർവ്വതത്തിൻ്റെ ഭാഗത്ത്, ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ഒന്ന് ചൂട് കൊള്ളാൻ വേണ്ടി തീ കായണം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് തീ കാണും. അപ്പോൾ ഭാര്യയോട് പറയും, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആ തീയിൽ നിന്ന് അല്പം കൊണ്ടുവരാം, നമുക്ക് തീ കായാൻ വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോകുകയാണ് തൂര് സീന അവിടെ ഭാഗത്തേക്ക്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ സംഭവത്തിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹിഫ്ലുർ റഹ്മാൻ സഹ്വാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ഖസസുൽ ഖുർആൻ എന്ന കിതാബിൽ ഇതിൻ്റെ ഗുണപാഠങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, എത്ര മുസീബത്തും കഷ്ടപ്പാടുകളും വന്നാലും അത് നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ വെച്ച് തന്നെ നമുക്കതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്കതിൽ വിജയം കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ഈമാൻ ഉറച്ച ഒരു വ്യക്തിയാണെങ്കിൽ, പൂർണ്ണമായും ഉറച്ച വ്യക്തിയാണെങ്കിൽ, പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ ഏത് ശക്തി, എത്ര വലിയ ശക്തിയാണെങ്കിലും അതൊന്നുമല്ല. പിന്നെ ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്കാണ്, പക്ഷേ കൂടെ സഹോദരനുണ്ട്, വലിയ ശക്തിയാണ് തൻ്റെ എതിരെ ഉള്ളത്, പക്ഷെ അവിടെ പ്രശ്നമേ അല്ല. ഇതേപോലെ തന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്,
ഒരു സമുദായം എപ്പോഴും അടിമത്തത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോധൈര്യം ചോർന്നു പോകും. മൂസാ നബിയുടെ സമുദായം എപ്പോഴും കിബിത്തികളുടെ കീഴിൽ അവരുടെ അടിമയായി ജീവിച്ചത് കൊണ്ട് അവസാനം അവരുടെ മനോധൈര്യം ചോർന്നുപോയി. അവർക്ക് ബൈത്തുൽ മുഖദ്ദസ് ഫതഹാക്കാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അവർ പറഞ്ഞത്, നീ നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾക്ക് അതിനെ കൊണ്ട് കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരവരുടെ പിതാവിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഇസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. അദ്ദേഹത്തെ നമുക്ക് ജോലിക്ക് വെക്കാം. കാരണം ജോലിക്ക് വെക്കുന്ന ആളുടെ ക്വാളിറ്റി, ഏറ്റവും വലിയ ക്വാളിറ്റി, 2 ക്വാളിറ്റി അവർ പറഞ്ഞത്, അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കുക, കവിയാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, അദ്ദേഹം വിശ്വസ്തനാണ്, അമീനാണ്. ഇത് രണ്ടും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പെരുമാറ്റത്തിലൂടെ അവരത് കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഇപ്പോഴും ദുനിയാവിൽ നമ്മൾക്ക് ഏത് സംരംഭമാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും നമ്മൾ ആ സംരംഭത്തിലേക്ക് ആരെ ഹയർ ചെയ്യുകയാണെങ്കിലും ആരെ നമ്മൾ ജോലിക്ക് വെക്കുകയാണെങ്കിലും ഈ 2 ക്വാളിറ്റി അവരിലുണ്ടോ എന്ന് നോക്കണം. ഒന്ന്, അയാൾക്ക് കഴിവുണ്ടായിരിക്കണം. കഴിവില്ലെങ്കിൽ നമ്മുടെ സംരംഭം തകർന്നു പോകും, നമ്മുടെ ബിസിനസ് തകർന്നു പോകും. കഴിവില്ലാത്ത ഒരാളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകില്ല, പുറകോട്ട് പോകത്തേ ഉള്ളൂ. രണ്ടാമത്തത്, വിശ്വസ്തനായിരിക്കണം. കഴിവുണ്ട്, പക്ഷെ ആൾ വിശ്വസ്തനല്ലെങ്കിൽ ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ തുടങ്ങി വെച്ച ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ആരെ നമ്മൾ ഒരിടത്ത് വെക്കുകയാണെങ്കിലും ഈ 2 ക്വാളിറ്റി, ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരിൽ ഒരാൾ തൻ്റെ പിതാവിനോട് പറഞ്ഞ ആ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഉലമാക്കൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഈ വിഷയങ്ങൾ ഇത് മാത്രമല്ല, ഒരുപാട് ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ തുവാ താഴ്വരയിലെത്തുന്നു. അള്ളാഹുവുമായുള്ള കലാമ് നടക്കുന്നു, സംസാരം നടക്കുന്നു. അള്ളാഹു അടയാളമായി 2 മുഅ്ജിസത്ത് കൊടുക്കുന്നു. അതിൽ വടി താഴെ ഇടുമ്പോഴത്തേക്ക് പാമ്പാകുന്നു. ഇത് കണ്ട് പേടിച്ച് മൂസാ അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കാതെ ഓടുന്നു. അള്ളാഹു തിരിച്ചു വിളിക്കുന്നു. അതിനുശേഷം കൈ വസ്ത്രത്തിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് എടുക്കുമ്പോൾ ഭയങ്കര പ്രകാശമുള്ളതാകുന്നു. ചുരുക്കത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകെ പരിഭ്രമിച്ചു നിൽക്കുകയായിരിക്കും. അള്ളാഹു സ്വന്തം കൈ തന്നെ ശരീരത്തോട് ചേർത്ത് പിടിക്കാൻ പറയുകയും അങ്ങനെ ആ പേടി മൊത്തം മാറിക്കിട്ടുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങൾ ഇത്രയും കൃത്യമായി അതിനുശേഷം ഫിറഔനോട് ദഅവത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നു. അപ്പോൾ കൂടെ എൻ്റെ സഹോദരനെ അയക്കണം. കാരണം എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഇവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറുപ്പകാലത്തൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് തീയ് എടുത്ത് വായിലിടുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പേരിൽ നാവിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ഒരു വിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ സഹോദരനെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, കൂടെ അയക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ കൂടെ സഹോദരനെയും കൂടെ അയച്ചുകൊണ്ട് 2 പേരും ചേർന്നാണ് ഫിറഔനിലേക്ക് പോവുകയും പിന്നെ ഫിറഔനിൽ പരിശുദ്ധമായ ദീൻ്റെ ദഅവത്ത് നടത്തുകയും ചെയ്യുന്നു. പിന്നെ ഈ ബാക്കിയുള്ള സംഭവങ്ങൾ മുമ്പുള്ള സൂറത്തുകളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അവിടെ ചെന്ന് ഫിറഔനുമായി നടന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ, അത് കഴിഞ്ഞ് ഫിറഔന് നടത്തിയ ദഅവത്തുകൾ, അവർ എത്ര ദഅവത്ത് നടത്തിയിട്ടും അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ടൊന്നും അവർ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയുമായിട്ട് നേരെ പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഷാമിലേക്ക് പോകുന്നു. അപ്പം ആ സ്ഥലത്തേക്ക്, ഷാമിലേക്ക് പോകുന്ന വഴിയിൽ സമുദ്രം, ബഹറുൽ അഹ്മർ എന്ന് പറയും, അപ്പം ചെങ്കടൽ, അപ്പം അവിടെ വടി കൊണ്ടടിക്കാൻ പറയുകയും മലകൾ പോലെ അതിൻ്റെ വെള്ളം മലകൾ പോലെ മാറി നിന്നിട്ട് മലകൾ പോലെ നിൽക്കുന്ന രീതിയിൽ, അപ്പോൾ ആ വഴികളിലൂടെ ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാം കടന്നു പോകുന്നു. പിന്നെ ഫിറഔൻ വന്ന് ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ഈ സംഭവത്തിൻ്റെ ഇത്രയും വിശാലമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കാണ്, ആ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. 44-47 ആയത്തുകളിൽ അള്ളാഹു അതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടികളാണ്. അതിനുശേഷം നബി തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. അതായത് അവർക്ക് ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ അത് താങ്കളുടെ ഉത്തരവാദിത്തമല്ല,
താങ്കളുടെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക, ഹിദായത്ത് കൊടുക്കുന്നവർ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുന്നു. അതിനുശേഷം മറ്റൊരു സംഭവത്തിലേക്ക് ഈ സൂറത്ത് പോകുകയാണ്. അത് ഖുറൈശികളിലെ സമ്പന്നരായ നേതാക്കൾ അവരുടെ അഹങ്കാരം കാരണം, അതുപോലെ തന്നെ ധനവും ഒക്കെ അവരുടെ ആ ഉൾനാട്യവും എല്ലാം കാരണം അവർ പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിന് ഒരു ഉദാഹരണത്തിലൂടെ മുമ്പ് നടന്ന ഒരു സംഭവമായിട്ട് അതിനെയും ബന്ധിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ബനു ഇസ്രായേലിൽപ്പെട്ട, അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആൾ. പരിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേലിൽപ്പെട്ട ആളാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ വിശദീകരണമില്ല. പക്ഷേ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബക്കാരൻ തന്നെയായിരുന്നു എന്നാണ്. എന്തായാലും ഖാറൂൻ എന്ന് പറയുന്ന ഒരു വലിയ സമ്പന്നൻ. അപ്പം ഫിറഔൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ബനു ഇസ്രായേലിൻ്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നത് ഈ ഖാറൂനെയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമ്പന്നനാണ്. എത്രത്തോളം സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ ഒരു വലിയ ആരോഗ്യവാന്മാരായ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് വളരെ കഷ്ടപ്പെട്ടേ ആ താക്കോല് പോലും ചുമക്കാൻ പറ്റും. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്രമാത്രം താക്കോലുകളുണ്ട്. അപ്പോൾ അവരുടെ ഖജനാവിൽ എത്രമാത്രം സ്വത്തുണ്ട്. പക്ഷേ ഈ സ്വത്തും ഈ ഇദ്ദേഹം വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കീഴിൽ വരാൻ അയാൾക്ക് തോന്നിയില്ല. ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ മൂസയുടെ താഴെയാകും, ഞാൻ മൂസയുടെ കീഴിലാകും. ഇത് കാരണം അദ്ദേഹം പരിശുദ്ധ ദീനിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നശിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ആയത്തിനകത്ത് ഒരു വിഷയം പറയുന്നുണ്ട്. പലരും ആഗ്രഹിച്ചിരുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയവർ പോലും ആഗ്രഹിച്ചു, ഞങ്ങൾക്കും ഖാറൂന് കിട്ടിയതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. എത്ര സ്വത്താണ് ഖാറൂനുള്ളത്. അപ്പോൾ ഖാറൂൻ്റെ സ്വത്ത് നമുക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ഈ ഖാറൂനുണ്ടായ ശിക്ഷയ്ക്ക് ശേഷം അവർക്ക് കാര്യം മനസ്സിലായി, ഈ സ്വത്ത് കൊണ്ട് നമുക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ഉള്ള ഒരു വിഷയം അവർക്ക് പിന്നെ അതെന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഖാറൂന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, അവരുടെ സമുദായം അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് എല്ലാ സമ്പന്നരും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്ത ആരൊക്കെയുണ്ടോ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമ്പത്തിൻ്റെ പേരിൽ നമ്മൾ മതിമറക്കാൻ പാടില്ല. അപ്പോൾ ഖാറൂന് കൊടുത്തതിന് ഒന്നാമത്തത്, നീ അഹങ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വബ്തഗി ഫീമാ ആതാക്കല്ലാഹു അദ്ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തന്നത് വെച്ചിട്ട് നീ എന്താണ് ആഗ്രഹിക്കേണ്ടത്, തേടേണ്ടത്? ആഖിറത്തിൻ്റെ വിജയമാണ് തേടേണ്ടത്. ഈ സമ്പത്ത് കൊണ്ട് ആഖിറത്തിൽ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, അതുപോലെ തന്നെ ദുനിയാവിൽ നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. അത് നമ്മൾ മറന്നു കളയേണ്ടതില്ല. നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ദുനിയാവിൽ നമുക്ക് നിറവേറ്റണം. അതിന് നമ്മൾ ഈ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, നിനക്ക് അല്ലാഹു നൽകിയ ഉപകാരം എങ്ങനെയാണോ അതുപോലെ തന്നെ നീ ഈ സമ്പത്ത് കൊണ്ട് ബാക്കിയുള്ളവർക്കും ഉപകാരം ചെയ്യുക. ഈ സമ്പത്ത് ഉപയോഗിച്ച് ഒരിക്കലും ലാ തബഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, അനീതിക്ക് നീ ഒരിക്കലും നിൻ്റെ സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല. ഇതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കുഴപ്പം, അനീതി നടക്കുക. അപ്പോൾ ഈ അനീതി നടക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമ്പത്തുകളെ ദുർവ്യയം ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മുടെ സമ്പത്ത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം കുഴപ്പക്കാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതിന് മറുപടിയായിട്ട് ഖാറൂൻ പറഞ്ഞത്, ഈ സമ്പത്ത് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാണ്. എൻ്റെ കഴിവ് കൊണ്ട്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അറിവ് ഉപയോഗിച്ചാണ് ഞാൻ ഇതെല്ലാം കരസ്ഥമാക്കിയത്. ഇതാണ് ഖാറൂൻ്റെ മറുപടി. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കാൻ അവൻ തയ്യാറാകാതിരുന്നത്. അവൻ വിചാരിച്ചത് അങ്ങനെയാണ്, അതല്ലേ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് വിചാരിച്ചു. അതിനുശേഷം ഇതിൻ്റെ 57-ാമത്തെ ആയത്തിലൊരു വിഷയം പരാമർശിക്കുന്നത്, ഈ മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ ഒരു വലിയൊരു ഭീഷണിയായിരുന്നു, ഞങ്ങൾ മുസ്ലിമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ മക്കക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, ജനങ്ങൾ ഞങ്ങളെ ആദരിക്കില്ല. കാരണം ജനങ്ങൾ ആദരിക്കുന്നത് പല കാരണങ്ങളുടെ പേരില്ല. ഒന്ന്, പല നാട്ടുകാരുടെയും പല വിഗ്രഹങ്ങളും എവിടെ വെച്ചിട്ടുണ്ട്, കഅബത്തുള്ളാഹിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക്, പ്രത്യേകിച്ച് മക്കക്കാർക്ക് അവരോടൊരു ആദരവുണ്ട്. അതുകൊണ്ട് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവസാനത്തെ ജുസുവിൽ സൂറത്തുൽ ഖുറൈശ് നമുക്ക്
മനസ്സിലാകും, അത് ആ ഭാഗം വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ട്. അവരെ ആരും ഒന്നും ചെയ്യില്ല. അപ്പം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഇതായിരിക്കില്ല. അപ്പോൾ പിന്നെ ഈ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കും സാധാരണക്കാരെ പോലെ എവിടെ യാത്ര ചെയ്താലും ഭയപ്പെടേണ്ടി വരും, കൊള്ളക്കാരെ ഭയപ്പെടേണ്ടി വരും. അതൊന്നുമില്ല, നമുക്കെപ്പോഴും ഒരു സേഫ് സോണിലാണ് നമ്മളുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അവരെ റദ്ദ് ചെയ്തുകൊണ്ട്, അവരുടെ ഈ കാഴ്ചപ്പാടിനെ ഇത് ചെയ്തുകൊണ്ട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറമിനെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കി തന്നില്ലേ? അവിടെ എല്ലാ അർത്ഥത്തിലുള്ള റിസ്ക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതുപോലത്തെ ഇസ്സത്ത് ഇനിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവരിൽ കൂടുതൽ ആൾക്കാർക്കും കാര്യം മനസ്സിലാകുന്നില്ല, അവർ കാര്യം അറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. പിന്നെ അവസാന ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്തിൽ കൂടുതൽ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു പരിശുദ്ധ ഖുർആൻ താങ്കൾക്ക് ഇറക്കിത്തന്ന അള്ളാഹു തീർച്ചയായിട്ടും താങ്കളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. താങ്കളുടെ മടക്ക സ്ഥലം, അതായത് താങ്കൾ ഹിജ്റയ്ക്ക് പുറപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ ആയത്താണ്. അപ്പോൾ അതിൽ താങ്കളെ ഇൻഷാ അള്ളാഹ് താങ്കൾ മടങ്ങി വരിക തന്നെ ചെയ്യും. ശ്രീലാളിതനായി മക്കയിലേക്ക് താങ്കൾ മടങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഉപദ്രവവും കഷ്ടപ്പാടുകളുമെല്ലാം 13 വർഷക്കാലം സഹിച്ച് തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം തിരിച്ച് 8 വർഷങ്ങൾക്ക് ശേഷം മക്ക ഫതഹ് നടക്കുകയാണ്. മക്ക നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രീലാളിതനായി മക്ക പിടിച്ചടക്കുകയാണ് 8 വർഷത്തിന് ശേഷം. അത് ഈ ആയത്തിൻ്റെ മിസ്ദാഖായിട്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്തത് സൂറത്തുൽ അൻകബൂത്താണ്. തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 69 ആയത്തുകളും 7 റുക്കൂകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ 41-ാമത്തെ ആയത്തിൽ ഒരു പരാമർശം വരുന്നുണ്ട്: അള്ളാഹു അല്ലാത്തവരെ ഔലിയാക്കളാക്കി സ്വീകരിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരെ ഒരു ചിലന്തിയോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഒരു വല ഉണ്ടാക്കിയെടുത്ത ചിലന്തി. അപ്പോൾ ആ ചിലന്തി വലയിലാണ് അവരെ ആശ്രയിച്ചിരിക്കുന്നത്. ചിലന്തി വല എത്ര നിഷ്പ്രയാസം അത് നശിച്ചു പോകുമോ അതുപോലെയാണ് അത് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിന് യാതൊരു രീതിയിലും ഉറപ്പില്ല. അപ്പം ആ ഒരു വിഷയം ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തുൽ അൻകബൂത്ത് വന്നിരിക്കുന്നത്. അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരെ ആശ്രയിക്കുന്നത് അൻകബൂത്ത്, അതായത് ചെലന്തി വലയോടാണ് അള്ളാഹു അതിനെ ഉപമിച്ചിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ വിഷയം തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യഘട്ടം ആ സമയത്ത് അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു. അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന എന്തായിരുന്നു? ക്ഷമ കൈക്കൊള്ളുക, ക്ഷമയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യാനോ തിരിച്ച് അവരോട് ജിഹാദ് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യത്തില്ല, ആ സമയത്ത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുസ്ലിമീങ്ങളോട് ആ സമയത്ത് ക്ഷമ കൈക്കൊള്ളാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. തിരിച്ചവരോട് ജിഹാദ് ചെയ്യാനോ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാനൊന്നും പാടില്ല. നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ക്ഷമ എന്ത് ചെയ്യുക, കൈക്കൊള്ളുക. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ വളരെ കൂടുതലായിരുന്നു. പല രീതിയിൽ പല ഭാഗത്ത് നിന്ന് ഓരോരുത്തരെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ശത്രുക്കൾ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവരാകെ പരിഭ്രമത്തിലായിരുന്നു. എത്രത്തോളം ചില സന്ദർഭങ്ങളിൽ ചില മുഅ്മിനീങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോഴങ്ങനെയുള്ള സമയത്ത് ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തുകളിലൂടെ മുസ്ലിമീങ്ങളോടുള്ള ഉപദേശമാണ്. സ്വർഗത്തിലെ അനുഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ വെറുതെ നിങ്ങൾക്ക് കിട്ടുന്നതല്ല, അതിന് ത്യാഗമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടുകളുടെ പുറകിലാണ് നിങ്ങൾക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുഅ്മിനായി കഴിഞ്ഞാൽ നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് പരീക്ഷണങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും എന്നുള്ളൊരു വിഷയം അതവരെ ഉണർത്തുന്നു. പിന്നെ ഒരു വലിയൊരു വിഷയമാണ് മാതാപിതാക്കളുമായുള്ള നമ്മളുടെ സമീപനം. മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അപ്പം അതിനകത്ത് മക്കാ മുശ്രിക്കീങ്ങൾ
അവിടെ ആ കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ മക്കൾ മുസ്ലിമായി മാതാപിതാക്കൾ മുസ്ലിമായിട്ടില്ല, ചിലയിടത്ത് മാതാപിതാക്കൾ മുസ്ലിമായി മക്കൾ മുസ്ലിമായിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. മാതാപിതാക്കൾ മക്കളോട് ദീൻ വിട്ടേക്കാൻ, പരിശുദ്ധ ദീൻ ഉപേക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കൽപ്പിക്കും. അപ്പോൾ പരിശുദ്ധ ദീൻ ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ഇതനുസരിക്കണോ വേണ്ടേ? കാരണം മാതാപിതാക്കളുടെ കൽപ്പന അനുസരിക്കുക എന്നത് സ്വാഭാവികമായിട്ട് മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിഷയമാണ്. അവരതിന് വലിയൊരു സ്ഥാനം കൊടുത്തിരുന്നു. മാതാപിതാക്കളുടെ കൽപ്പനകൾ കേൾക്കുന്നതും അത് അനുസരിക്കുന്നതും. അത് സൂറത്തുൽ ലുഖ്മാനിനകത്ത് ആ വിഷയം നമുക്കത് ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം വരികയാണ്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അവരോട് കടമയുണ്ട്, നമ്മൾക്ക് അവരോടുള്ള കടമകൾ നമ്മൾ പൂർത്തിയാക്കണം. പക്ഷേ വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഇഹുമാ, പക്ഷേ അവർ നിന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ എതിർക്കാൻ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നീ അവരെ പിൻപറ്റരുത്, അവരുടെ വാക്ക് കേൾക്കരുത് എന്നുള്ള വിഷയം ഈ പറയപ്പെട്ട ഈ സൂറത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ഇതിലെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷമാണ് അമ്പിയാക്കളുടെ കുറച്ച് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൻ്റെ സമുദായം പരിഹസിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്ക് വന്നതും, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, അതുപോലെ ഹാറൂൻ നബിയുടെ സംഭവം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ സംഭവങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഈ സൂറത്തിൻ്റെ ജുസു അമ്മൻ ഖലഖ എന്ന ജുസു ഏകദേശം ഈ സൂറത്തിൻ്റെ 44-ാമത്തെ ആയത്തോടുകൂടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാരുടെ സംഭവങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം കാഫിരീങ്ങളുടെ വിഷയമാണ് പറയുന്നത്. കാഫിരീങ്ങൾ അവർ ചെലന്തി വല പോലെയാണ്, അവരാശ്രയിച്ചിരിക്കുന്ന വസ്തുത വെറും ചെലന്ത് വര പോലെയാണ്, പക്ഷെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം ഈ ഉദാഹരണങ്ങളെല്ലാം അള്ളാഹു ഉദാഹരിക്കുന്നത് മുഴുവനും ചിന്തിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? വമാ യഅഖിലുഹ ഇല്ലൽ ആലിമൂൻ, വിവരമുള്ളവർ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ചിന്തിക്കാറുള്ളൂ. എല്ലാവരും ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. ശേഷവും അള്ളാഹ് പറയുകയാണ്, ആകാശഭൂമികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്, അതിൽ മുഅ്മിനീങ്ങൾക്ക് കൃത്യമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജുസു അവസാനിക്കുകയാണ്. അടുത്ത ജുസു ഉത്ലു മാ ഉഹിയാണ്.